അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നാം എല്ലാവരെയും സ്നേഹിക്കാറുണ്ട്. അപ്പം ചില ആൾക്കാരെ നമുക്ക് സ്നേഹിച്ചിട്ടും ആ സ്നേഹം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കാറുണ്ട്. അവരെന്താ നമ്മൾ സ്നേഹിക്കാത്ത എന്ന രീതിയിൽ അല്ലേ? നാം എല്ലാവരും ആത്മാർത്ഥമായിട്ടായിരിക്കും സ്നേഹിക്കുക. പക്ഷേ ചിലർ നമ്മളെ വഞ്ചിക്കുന്നവരായിരിക്കും. അപ്പം നാം സ്നേഹിക്കുന്നവർ നമ്മയും കൂടി സ്നേഹിക്കാൻ വേണ്ടി, തിരിച്ച് സ്നേഹം ലഭിക്കാൻ വേണ്ടി ചെറിയൊരു ആയത്ത് ഓതാവുന്നതാണ്. അപ്പം ആ ഒരു ആയത്ത് ഏതാണെന്ന് പറയാം. അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തു തൗബ. ബിസ്മിയില്ലാത്ത സൂറത്തു തൗബ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ സൂറത്തിലെ 2 ആയത്താണ് നാം ഓതേണ്ടത്. ആ ആയത്ത് ഓതുമ്പോൾ നമ്മൾ ഔദു ബിസ്മിയും ഫസ്റ്റ് ഒറ്റ തവണ ഓതേണ്ടതുണ്ട്. അതിനുശേഷം പിന്നെ ഓതേണ്ട അത് 33 തവണയാണ് ഈ ഒരു 2 ആയത്ത് ഓതേണ്ടത്. അപ്പോൾ ഓതേണ്ട രീതി ഞാൻ പറയാം. അപ്പം ഈ ഒരു കാര്യം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച അർദ്ധരാത്രി ആ ഒരു സമയത്താണ് ചെയ്യൽ ഉത്തമം. ആ ഒരു സമയത്ത് എഴുന്നേറ്റ് നമ്മൾ ഈ ഒരു 2 ആയത്ത് ലക്കത് ജാക്കും എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിലെ ഈ 2 ആയത്ത് 128-ാമത്തെ ആയത്തും 129-ാമത്തെ ആയത്തുമാണ് ഇത്. സൂറത്തു തൗബയിലെ 2 ആയത്താണിത്. ഈ ഒരു ആയത്തുകൾ 33 തവണ നാം ഓതേണ്ടതുണ്ട്. ഈ 33 തവണയും ഓതുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ഓരോ തവണ ഓതിക്കഴിയുമ്പോഴും നാം ആരുടെ സ്നേഹമാണ് നമുക്ക് ലഭിക്കേണ്ടത്? ഇപ്പം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹമാണ് ലഭിക്കേണ്ടതെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ പേര് പറഞ്ഞിട്ട്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഹുസൈനാണ് ഉപ്പാൻ്റെ പേരാണെങ്കിൽ ഹുസൈൻ്റെ മകനായ ഒരു ഖാദറിൻ്റെ അള്ളാഹുവേ മനസ്സലിഞ്ഞ് എന്നോട് ദയ തോന്നിക്കണേ, അല്ലെങ്കിൽ മനസ്സലിഞ്ഞ് എന്നെ സ്നേഹിക്കണേ എന്ന രീതിയിൽ നാം ദുആ ചെയ്യണം. ഓരോ 33 തവണയും ഓതുമ്പോഴും ഓരോ തവണയും ഇങ്ങനെ ദുആ ചെയ്യണം. അപ്പം ഈ ഒരു രീതിയിൽ ദുആ ചെയ്ത് അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പം 33 തവണയും ഈ ദുആ ഓരോ തവണയും ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ ഇത് നേരെ തിരിച്ച് ഒരു പെണ്ണിൻ്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കേണ്ടതെങ്കിൽ ആ പെണ്ണിൻ്റെ ഉമ്മയുടെ പേര് വെച്ചിട്ട്, അപ്പോൾ പെണ്ണിൻ്റെ ഇന്നയാളുടെ ഒരു ഫാത്തിമയുടെ മകളായ റസീനിയ എന്തായിക്കോട്ടെ, അപ്പോൾ ആ ഒരു പേര് ഇന്നയാളുടെ സ്നേഹം എനിക്ക് ലഭിക്കണമേ, അല്ലെങ്കിൽ മനസ്സ് ഒരലിഞ്ഞ് എന്നിലേക്ക് സ്നേഹം വർദ്ധിക്കണം, ആ ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് ആ രീതിയിൽ ദുആ ചെയ്ത് ഇതുപോലെ സലാത്തിൽ അവസാനിപ്പിക്കുക. ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കേൾക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കടന്നു പോകുന്നവരായിരിക്കും. ഒന്നുകിൽ ഭാര്യ ഭർത്താക്കന്മാരിടയിൽ, അല്ലെങ്കിൽ ഉമ്മ മക്കൾക്കിടയിൽ, അല്ലെങ്കിൽ ഉപ്പ മക്കൾക്കിടയിൽ, അങ്ങനെ അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ, അല്ലെങ്കിൽ കുടുംബക്കാർ, അയൽവാസികൾ, ഇങ്ങനെ പലരുമായി ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി പിണങ്ങി നിൽക്കുന്നവരായിരിക്കും. പക്ഷേ നമുക്ക് അവരുടെ സ്നേഹം ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഹലാലായ രീതിയിലുള്ള മാർഗത്തിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്.